ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണീക്ക് ആയിട്ടുള്ള ഡാറ്റാ സയൻസ് പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി വേയിൽ സോൾവ് ചെയ്ത ഒരു പ്രോബ്ലം ന്യൂ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ലുക്ക് ഫോർ റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇൻ കമ്പനീസ്. അതായത് ടെക് കമ്പനീസിൽ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചും അതെങ്ങനെ ഡാറ്റാ സയൻസ് വെച്ച് സോൾവ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയും ബ്ലോഗ്സ് എഴുതിയിട്ടുണ്ടാകും. ഈ ബ്ലോഗ്സിൽ നിന്ന് നമുക്ക് ഐഡിയാസ് എടുത്തിട്ട് പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഊബർ, സൊമാറ്റോ പോലെയുള്ള ടെക് കമ്പനീസുകളുടെ ലിസ്റ്റുകൾ എടുക്കുക. ശേഷം അവരുടെ ഡാറ്റാ സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്ലോഗുകൾ ചെക്ക് ചെയ്യാം. ഈ ബ്ലോഗിൽ അവർ നേരിട്ട സ്പെസിഫിക് പ്രോബ്ലംസിനെ കുറിച്ചും അതെങ്ങനെ ഡാറ്റാ സയൻസ് വെച്ച് സോൾവ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചും എഴുതിയിട്ടുണ്ടാകും. അതിൽ നിന്നും അവർ യൂസ് ചെയ്ത മെത്തഡോളജീസ്, ടെക്നോളജീസ്, അതുപോലെ ഏത് തരം ഡാറ്റയാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചൂസ് ചെയ്യുക. എന്നിട്ട് അതൊരു സിമിലർ വേയിൽ ഓൺ ടെസ്റ്റ് ആഡ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, മെഷീൻ ലേണിംഗ് യൂസ് ചെയ്തിട്ട് ഡെലിവറി റൂട്ട്സ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ബ്ലോഗ്സ് ആണെങ്കിൽ ആ ഐഡിയ യൂസ് ചെയ്തിട്ട് സിറ്റിയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം. യൂസ് APIs ഫോർ റിയൽ ടൈം ഡാറ്റ. APIs ലൈവ് ഡാറ്റ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് റിലവൻറ്റും ആയിരിക്കും, എൻഗേജിങ്ങും ആയിരിക്കും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിയ APIs കണ്ടുപിടിക്കുക. ലൈക്ക് സ്പോട്ടിഫൈ API, വെതർ മാപ്പ് API, അതുപോലെ തന്നെ യാഹൂ ഫിനാൻസ് API. ഈ APIs യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം. പൈത്തൺ പ്രോഗ്രാമിങ്സ് യൂസ് ചെയ്തിട്ട് APIയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക. ശേഷം മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാം. സോൾവ് ട്രെൻഡിങ് പ്രോബ്ലംസ്. പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ന്യൂസ് വെബ്സൈറ്റ്, ഗൂഗിൾ ട്രെൻഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുടങ്ങിയ സൈറ്റിൽ നിന്നും പോപ്പുലർ ആയിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എലക്ഷൻസ്, മേജർ സ്പോർട്ട് ഇവൻറ്റ്സ്, എൻവയോൺമെൻറ്റ് ക്രൈസിസ്, ഇങ്ങനെ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് നമ്മളൊരു സ്പെസിഫിക് ആസ്പെക്റ്റ് ചൂസ് ചെയ്യുക, ലൈക്ക് പബ്ലിക് ഒപ്പീനിയൻ, പ്രെഡിക്ഷൻ ഓർ ട്രെൻഡ് അനാലിസിസ്. ഈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള പ്രോജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഡാറ്റാ സയൻസ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡ്സാണ് ഡിസ്കസ് ചെയ്തത്. 1 റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട്, 2 റിയൽ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട്, 3 ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഫോളോ ചെയ്തുകൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് പ്രോജക്റ്റ് ചെയ്തിട്ട് അത് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.